സിനിമയും കഥയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ആനിമേഷൻ മൂവീസ് നിങ്ങൾ കാണാറുണ്ടോ? എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ആനിമേഷൻ സിനിമയായ കൊക്കോയെ പറ്റിയാണ്. മെക്സിക്കൻ പട്ടണമായ സാന്റാ സിസിലിയയിൽ ഇമെൽഡ എന്ന യുവതി ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നു. ഒടുവിൽ അവളെയും അവളുടെ മകൾ കൊക്കോയെയും ഉപേക്ഷിച്ച് ഒരു സംഗീത ജീവിതം തുടരുന്നു. അവൻ ഒരിക്കലും മടങ്ങി വരാത്തപ്പോൾ ഇമെൽഡ അവളുടെ കുടുംബത്തിൽ നിന്നും സംഗീതം നിരോധിക്കുകയും ഷൂ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇമൽഡയുടെ കൊച്ചുമകൻ മിഗുവേൽ വൃദ്ധനും രോഗിയുമായ കൊക്കോ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളോടും ബന്ധുക്കളോടുമൊപ്പം കുടുംബ വീട്ടിൽ താമസിക്കുന്നു. ഇതിൽ മിഗുവേലിന്റെ അമ്മ ഗർഭിണി കൂടിയാണ്. സംഗീതത്തിനെതിരായ കുടുംബത്തിന്റെ തുടർച്ചയായ നിരോധനം ഉണ്ടായിരുന്നിട്ടും മിഗുവേൽ അത് രഹസ്യമായി സ്നേഹിക്കുകയും തന്റെ ആരാധനപാത്രമായ അന്തരിച്ച സംഗീതജ്ഞൻ ഏണസ്റ്റോ ഡിലാ ക്രൂസിന്റെ വീഡിയോകൾ കണ്ട് ഗിറ്റാർ വായിക്കാൻ സ്വയം പഠിക്കുകയും ചെയ്യുന്നു. മിഗുവേലാണ് നമ്മുടെ കഥയിലെ കുട്ടിത്താരം. വീട്ടുകാർ കണ്ടുപിടിക്കാതെ ഇതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി അവൻ്റേതായ ഒരു കൊച്ചുമുറി അവനുണ്ടായിരുന്നു. ഗ്രാമത്തിൽ നടക്കുന്ന ഗിറ്റാർ കോമ്പറ്റീഷനിൽ പങ്കെടുത്താൽ ഏണസ്റ്റോയെ പോലെ വലിയൊരു ഗിറ്റാറിസ്റ്റ് ആവാം എന്നായിരുന്നു ആ കൊച്ചു മനസ്സിൽ. അതിനുവേണ്ടി അവൻ കാത്തിരുന്ന സമയമാണ് അന്ന്. ആ പട്ടണത്തിൽ മരിച്ചവരുടെ ദിവസം ആചരിക്കുന്ന ദിവസത്തിൻ്റെ ഒരുക്കത്തിലായിരുന്നു മിഗുവേലിൻ്റെ കുടുംബവും പട്ടണത്തിലുള്ളവരും. അവൻ ഗിറ്റാറായി മത്സരത്തിന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും മിഗുവേൽ അശ്രദ്ധമായി റെൻഡയുടെ കുടുംബത്തെ ഇടിക്കുകയും ഇമൽഡയുടെയും ഒരു ശിശു കൊക്കോയുടെയും ഫോട്ടോ അടങ്ങിയ ഒരു ഫ്രെയിം തകർക്കുകയും ചെയ്യുന്നു. ഏണസ്റ്റയ്ക്ക് ഉള്ളതുപോലെ ഒരു യൂണിഫോമിൽ ഗിറ്റാർ പിടിച്ച് തൻ്റെ മുത്തശ്ശൻ്റെ ചിത്രം കാണുന്നു. ആ ഫോട്ടോയിൽ നിന്നും തല കീറിക്കളഞ്ഞിട്ടാണ് കാണുന്നത്. എന്നാൽ ആ ഡ്രസ്സ് കണ്ടപ്പോൾ ഏണസ്റ്റോ തൻ്റെ ബന്ധുവാണെന്ന് അവന് തോന്നുന്നു. ഈ പറയുന്ന ഏണസ്റ്റോ അവിടുത്തെ എല്ലാവരും സ്നേഹിക്കുന്ന സംഗീതജ്ഞൻ കൂടിയാണ്. അതുകൊണ്ട് മിഗുവേൽ ആവേശത്തോടെ തൻ്റെ സംഗീത അഭിലാഷത്തെക്കുറിച്ച് കുടുംബത്തോട് പറയുന്നു. മറുപടിയായി മിഗുവേലിൻ്റെ മുത്തശ്ശി അവൻ്റെ ഗിറ്റാർ വാങ്ങി നശിപ്പിക്കുന്നു. അതോടെ സങ്കടവും ദേഷ്യവും വന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മത്സരം തുടങ്ങാറായതുകൊണ്ടും മറ്റൊരു ഗിറ്റാർ കണ്ടുപിടിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും അവൻ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഏണസ്റ്റോയുടെ ശവകുടീരത്തിലായിരിക്കും. ഏണസ്റ്റോ തൻ്റെ മുത്തശ്ശനാണെന്ന നിഗമനത്തിൽ മിഗുവേൽ തൻ്റെ മുത്തശ്ശി എലീനയുടെ എതിർപ്പുകൾ അവഗണിച്ച് മരിച്ചവരുടെ ദിനത്തിനായുള്ള ഒരു ടാലന്റ് ഷോയിൽ പ്രവേശിക്കാൻ പോകുന്നു. അവൻ ഏണസ്റ്റോയുടെ ശവകുടീരത്തിൽ പ്രവേശിക്കുകയും ഷോയിൽ ഉപയോഗിക്കാനായി തൻ്റെ ഗിറ്റാർ മോഷ്ടിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഗ്രാമത്തിലെ എല്ലാവരും അദൃശ്യനായി. എന്നിരുന്നാലും അവനും അവൻ്റെ നായ ഡാൻഡയും ചെന്നെത്തുന്നത് മരിച്ചവർ മാത്രമുള്ള മറ്റൊരു ലോകത്തായിരിക്കും. അവിടെ അവൻ മരിച്ചുപോയ തൻ്റെ ബന്ധുക്കളെ കണ്ടുമുട്ടുന്നു. ഏണസ്റ്റയുടെ ഗിറ്റാർ മോഷ്ടിച്ചതിനെയാണ് തനിക്കിത് കിട്ടിയതെന്ന് മിഗുവേൽ പറയുന്നു. അങ്ങനെ മിഗുവേലിൻ്റെ ബന്ധുക്കൾ അവനെ ഇമൽഡ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടെത്തിക്കുന്നു. ഇമൽഡ മുത്തശ്ശി തൻ്റെ ഫോട്ടോ കാണാത്തതിനെ പറ്റി തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മിഗുവേലിനെയും കൂട്ടി തൻ്റെ ബന്ധുക്കൾ അവിടെ എത്തുന്നത്. മരിച്ചവരുടെ ലോകത്തു നിന്നും നമ്മുടെ കുടുംബത്തോടൊപ്പം മരിച്ചവരുടെ ദിനം ആചരിക്കാൻ ഇവർക്കൊരു അവസരം ലഭിക്കുന്നു. അതിന് ഭൂമിയിൽ ഇവരെ ഓർക്കണം. നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തൻ്റെ ഫാമിലിയോടൊപ്പം ഭൂമിയിൽ പോകുവാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം ഓർമ്മ ദിവസം എന്ന് പറയുന്ന പോലെ അവിടെ വെച്ച് ഇതെല്ലാം നടക്കുന്ന സമയത്താണ് അവിടെ ഒരു അസ്ഥികൂടം ഓടിയെത്തുന്നത്. ഈ പുള്ളിക്കാരൻ്റെ പേര് ഹെക്ടർ എന്നായിരിക്കും. ഒരിക്കൽ പോലും ഹെക്ടറിൻ്റെ ചിത്രവും ഹെക്ടറിനെയും ഓർക്കുന്നവർ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് ഭൂമിയിൽ വരാൻ സാധിക്കുന്നില്ല. സൂര്യോദയത്തിന് മുൻപ് ജീവനുള്ള രാജ്യത്തിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ അവൻ മരിച്ചവരുടെ ഒരാളായി മാറും. ഒരു കുടുംബം ഇവനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടാൽ അവൻ തിരിച്ചു പോകുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവൻ അസ്ഥികൂടം പോലെയായി നമ്മുടെ പോലെ ഇവിടെ ജീവിക്കും. അതുകൊണ്ട് സംഗീതം കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് സംഗീതം ഉപേക്ഷിക്കണമെന്ന വ്യവസ്ഥയിൽ ഇമൽഡ അവന് തിരിച്ച് വീട്ടിലേക്ക് പോകുവാനുള്ള അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ എന്നാൽ മിഗുവേൽ അത് നിരസിക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് അവൻ തന്റെ മുത്തശ്ശനായി അവൻ കരുതുന്ന ഏണസ്റ്റോയെ അന്വേഷിച്ചിറങ്ങുന്നു. എങ്ങനെ അയാളെ കണ്ടുപിടിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് മിഗുവേൽ ഹെക്ടറിനെ കണ്ടുമുട്ടുന്നത്. ഹെക്ടറിനോട് ഇവൻ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഏണസ്റ്റോയെ എനിക്കറിയാം, ഞാൻ അയാളിലേക്ക് നിന്നെ എത്തിക്കാം എന്ന് പറയുന്നു. മിഗുവേലിന് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പക്ഷെ നീ തിരിച്ചു ഭൂമിയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ തരാം, അത് നീ മരിച്ചവരുടെ ദിവസം ചെയ്തു വെക്കും, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് മിഗുവേൽ പറയുന്നു. അങ്ങനെ ഹെക്ടർ മിഗുവേലിനോട് പറയാണ്, ഇത് മരിച്ചവർ മാത്രം ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ട് നീ അവരെ പോലെ ഒരുങ്ങി നടന്നില്ലെങ്കിൽ നിന്നെ എല്ലാവരും മനസ്സിലാക്കും. അങ്ങനെ മിഗുവേലിനെ ഒരു അസ്ഥിക്കൊച്ചാക്കി മാറ്റുന്നു. ഹെക്ടർ മിഗുവേലിനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകുന്നു. അവിടുന്ന് ഒരു അസ്ഥികൂടം അവരോട് പറയുകയാണ്, ഏണസ്റ്റോയുടെ കൊട്ടാരത്തിൽ ഇന്നൊരു പാർട്ടി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കണമെങ്കിൽ അവൻ നടത്തുന്ന ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണം.
അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഹെക്ടർ എങ്ങനെയാ മരിച്ചതെന്നറിയാമോ? തൊണ്ടയിൽ മദ്യം കുടുങ്ങിയാണ് മരിച്ചതെന്നും ഇവനും ഏണോസ്റ്റോയും തമ്മിൽ പരിചയമുണ്ടെന്നും പക്ഷെ ആളുകൾ ആരും ഇവനെ ഓർക്കുന്നില്ല എന്നും അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഹെക്ടർ അവനോട് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടായാലല്ലേ മത്സരത്തിൽ പോകാൻ സാധിക്കുള്ളൂ, അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പോകുകയാണ്. ഈ ഒരു സമയം മിഗുവേലിന്റെ കുടുംബക്കാരും ഇമൽഡയുടെ വളർത്തുനായയും കൂടി അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഹെക്ടർ അവനെ കൊണ്ടുവരുന്നത് ഭൂമിയിൽ ആരും ഓർത്തിരിക്കാത്തവർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒത്തിരി വയസ്സായിട്ടുള്ള അസ്ഥികൂടത്തെ കാണുന്നു. അങ്ങനെ അവരൊരു റൂമിലേക്ക് കയറുമ്പോൾ അസ്ഥികൂടം കിടക്കുന്നുണ്ടായിരുന്നു. ഹെക്ടറിനെ കണ്ടപ്പോൾ തൻ്റെ കയ്യിലുള്ള ഗിറ്റാർ അവന് കൊടുത്ത്, ഈ ഭൂമിയിൽ എനിക്ക് പോകാനുള്ള സമയമായി, നീ എനിക്ക് ഇതൊന്ന് പാടിത്തരാമോ എന്ന്. ഹെക്ടർ ഒരു മടിയും കൂടാതെ തന്നെ അത് വാങ്ങി അത് വായിക്കുന്നു. മിഗുവേൽ ഞെട്ടിപ്പോവുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഹെക്ടർ ആ ഗിറ്റാർ വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞ് ഗിറ്റാറുമായി ഹെക്ടർ വിഷമിച്ചു നടന്നു പോകുന്നു. മിഗുവേൽ നോക്കുമ്പോൾ ആ വയസ്സായ അസ്ഥികൂടം മാഞ്ഞു പോകുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഹെക്ടർ പറയുകയാണ്, ഭൂമിയിൽ നമ്മളെ ആരും ഓർക്കാതെ വരുമ്പോൾ നമ്മൾ സ്വയം മാഞ്ഞു പോകും. ഇവിടെ ആരും ഓർക്കാതെ ഇരിക്കുന്ന ഞങ്ങളെ പോലുള്ള ഒരവസ്ഥ ഇത് തന്നെയാണ്. പിന്നീട് ആ ഗിറ്റാറുമായി പോകുന്നത് ആ ടാലന്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കായിരിക്കും. അവിടെയുള്ള മിക്ക ആളുകളും ഏണസ്റ്റോയുടെ പാട്ടുകളായിരിക്കും കൂടുതലും ചെയ്യുന്നത്. മിഗുവേൽ അതെല്ലാം കണ്ട് ഇത്തിരി പേടിച്ചു. അപ്പോഴാണ് ഹെക്ടറിനോട് അവൻ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഹെക്ടർ അവനോട് ചോദിച്ചു, നീ ഇതിനു മുമ്പ് സ്റ്റേജിൽ കയറിയിട്ടില്ലേ? ഞാൻ വിചാരിച്ചത് നീ കയറിയിട്ടുണ്ടാകുമെന്നാണ്. ആളുകളുള്ള സ്റ്റേജിൽ ഇരുവരും പെർഫോം ചെയ്തിട്ടില്ലല്ലോ. സാരമില്ല, നീ നല്ല കോൺഫിഡൻസ് ആയി കയറിച്ചെല്ല്. ഇത് നിനക്ക് ഏണസ്റ്റോയുടെ അടുത്തെത്താനുള്ള അവസരമാണ്. അങ്ങനെ മിഗുവേലിന്റെ നമ്പർ വിളിച്ചു. ആദ്യമെല്ലാം അവന് ഇത്തിരി പേടിയുണ്ടായിരുന്നെങ്കിലും കാണികളുടെ എനർജിയും കയ്യടിയും അതോടൊപ്പം ഹെക്ടറും അവന്റെ നായക്കുട്ടിയും കൂടെ കയറിയത് കൊണ്ട് അവന് ഫുൾ സപ്പോർട്ട് കിട്ടി. അങ്ങനെ മിഗുവേലിന്റെ ആദ്യ സ്റ്റേജ് പെർഫോമൻസ് തന്നെ തകർത്തു. പെട്ടെന്നായിരുന്നു അവനെ അന്വേഷിച്ച് ഫാമിലി വരുന്നത് അവൻ ദൂരെ നിന്ന് കാണുന്നത്. ഹെക്ടറിനെ വിളിച്ച് അവിടെ നിന്നും ഓടിപ്പോകുകയാണ്. അപ്പോൾ ഹെക്ടർ അവനോട് ചോദിച്ചു, നിനക്ക് ഇവിടെ ആരുമില്ല എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അവരുടെ അനുഗ്രഹം വാങ്ങി എന്റെ ഫോട്ടോയുമായി നിനക്ക് ഭൂമിയിലേക്ക് പോകാമല്ലോ. നീ നല്ല സെൽഫിഷ് ആണെന്ന് പറഞ്ഞ് ഹെക്ടർ അവനോട് പിണങ്ങി പോകുന്നു. എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പാണ് ഇവനെ പിന്തുടർന്ന് ഇമൽഡയും വളർത്തുനായയും എത്തുന്നത്. നീ കരുതുന്ന പോലെയല്ല മിഗുവേൽ, നിന്റെ മുത്തശ്ശനെ പോലെ ഞാനും പാടുമായിരുന്നു. പക്ഷെ ഇതൊന്നും കേൾക്കാൻ മിഗുവേലിന് താല്പര്യമില്ലായിരുന്നു. ഞാൻ മുത്തശ്ശൻ നടത്തുന്ന പാർട്ടിയിലേക്ക് പോയി മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് മിഗുവേൽ അവിടെ നിന്നും പോകുന്നു. അവിടെ കയറണമെങ്കിൽ ആ ടാലന്റ് ഷോയിൽ വിജയിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. അവൻ മുൻപ് പരിചയപ്പെട്ട ഒരു ബാൻഡിന്റെ ഒപ്പം നുഴഞ്ഞ് അകത്തേക്ക് കയറുന്നു. അവിടെ എത്തിയപ്പോൾ നിരവധി ആളുകളുടെ ഇടയിൽ നിന്നും മുത്തശ്ശനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവന്റെ ഗിറ്റാർ കയ്യിലെടുത്ത് അവൻ പാടുവാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ളവരും ഏണസ്റ്റോയും അവനിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നു. പെട്ടെന്നറിയാതെ അവൻ അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയാണ്. അവന്റെ മേക്കപ്പ് എല്ലാം പോകുന്നു. അവിടെ ഏണസ്റ്റോ എത്തി അവനെ രക്ഷിച്ചു ചോദിച്ചു, നീ ആയിരുന്നോ ഭൂമിയിൽ നിന്നും വന്ന ഒരു മനുഷ്യക്കുട്ടി? അത് ചോദിക്കുന്നതിന് കാരണം അവിടെ എല്ലാവർക്കും അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിഗുവേൽ പറയുകയാണ്, ഞാൻ എൻ്റെ മുത്തശ്ശനെ കാണാൻ വന്നതാണ്, നിങ്ങളാണ് എൻ്റെ മുത്തശ്ശനെന്ന്. കുറച്ച് സമയം കൊണ്ട് തന്നെ മിഗുവേലിന്റെ കൈയെല്ലാം പകുതി അസ്ഥി പോലെ ആയി തുടങ്ങിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ അവൻ ഭൂമിയിലെത്തണമല്ലോ. ഏണസ്റ്റോയോട് തന്റെ മുത്തശ്ശൻ താനാണെന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരുടെ മുന്നിൽ ഏണസ്റ്റോ തന്റെ കൊച്ചുമോനെ പരിചയപ്പെടുത്തുകയാണ്. ഏണസ്റ്റോ അവനെ എല്ലാവരുടെ അടുത്തും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുന്നു. ഇതിനിടയിൽ തന്നെ നമ്മുടെ ഹെക്ടറും വേഷം മാറി കയറിയിട്ടുണ്ടാവും. ഏണസ്റ്റോ അവനെ അവിടെയെല്ലാം ചുറ്റിക്കാണിക്കുമ്പോൾ മിഗുവേൽ പറയുകയാണ്, സൂര്യോദയത്തിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണമെന്ന്, അതിനായി നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ മിഗുവേലിനെ അനുഗ്രഹിക്കാൻ ഏണസ്റ്റോ നിൽക്കുന്ന സമയത്താണ് ഹെക്ടർ അവിടേക്ക് കയറി വരുന്നത്. ഹെക്ടർ, നീ എന്താ ഇവിടെ എന്ന് ഏണസ്റ്റോ അവനോട് ചോദിക്കുകയാണ്. ഞാൻ എഴുതിയ പാട്ടുകൾ വെച്ചായിരുന്നല്ലോ നീ ഫേമസ് ആയത്, എന്നിട്ടിപ്പോൾ നിന്നെ എല്ലാവരും ഓർക്കുന്നു, എന്നെ ആരും ഓർക്കാതെ ഞാൻ ഇവിടെ മാഞ്ഞു പോകാൻ നിൽക്കുന്നു. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഇവർ രണ്ടുപേരുമാണ് ഒരു ബാൻഡ് തുടങ്ങുന്നത്. അന്ന് ഏണസ്റ്റോ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം എഴുതിയിരുന്നത് ഹെക്ടർ ആയിരുന്നു. ഒരിക്കൽ ഹെക്ടർ തന്റെ വീട്ടിലേക്ക് മടങ്ങുവാൻ പോകുകയാണെന്ന് പറഞ്ഞ്, ഇവൻ പോയാൽ എനിക്ക് പാട്ടുകൾ എഴുതി തരാനും പാട്ടുപാടാനും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഏണസ്റ്റോ ഹെക്ടറിനെ മദ്യത്തിൽ വിഷം ചേർത്ത് കൊല്ലുകയാണ്. അങ്ങനെ ഹെക്ടർ എഴുതി സൂക്ഷിച്ച പാട്ടുകളെല്ലാം മോഷ്ടിച്ചായിരുന്നു ഈ നിൽക്കുന്ന ഏണസ്റ്റോ വലിയ പാട്ടുകാരനായത്. അവിടെയുള്ളവരോട് ഹെക്ടറിനെ പൂട്ടിയിടാൻ പറയുന്നു. ഇതെല്ലാം കേട്ട് മിഗുവേൽ തിരിച്ച് നാട്ടിലെത്തിയ തന്റെ കള്ളങ്ങൾ എല്ലാവരും അറിയും എന്ന് മനസ്സിലാക്കി അവനെയും കൂടി പൂട്ടിയിടാൻ പറയുകയാണ്.
അങ്ങനെ മിഗുവേലിനെയും ഹെക്ടറിനെയും ഒരു സ്ഥലത്തായിരിക്കും പൂട്ടിയിടുന്നത്. അവൻ്റെ അടുത്തേക്ക് ഹെക്ടർ വന്ന് പറയുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കാം, ഞാൻ ഈ ലോകത്തു നിന്നും കുറച്ചു കഴിഞ്ഞാൽ മാഞ്ഞു പോകും. എനിക്ക് എൻ്റെ കൊക്കോ മോളെ അവസാനമായി കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ മിഗുവേൽ ഞെട്ടി. കൊക്കോ മുത്തശ്ശിയോ? അപ്പോൾ ഞാൻ ഇത്രയും നാൾ തിരഞ്ഞുകൊണ്ട് നടന്ന എൻ്റെ മുത്തശ്ശൻ നിങ്ങളായിരുന്നോ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. കോക്കോ എന്ന് പറയുന്ന മുത്തശ്ശിയുടെ അച്ഛനായിരുന്നു നമ്മുടെ ഹെക്ടർ. കുട്ടിയായിരുന്ന സമയത്ത് റിമെമ്പർ മീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് എപ്പോഴും മകൾക്ക് പാടിക്കൊടുക്കാറുണ്ടായിരുന്നു. ആ പാട്ട് മോഷ്ടിച്ചാണ് ഏണസ്റ്റോ ഫേമസ് ആയത്. ദുഷ്ടനല്ലേ? ഹെക്ടർ മിഗുവേലിനോട് പറയുകയാണ്, അവൾ മാത്രമായിരുന്നു എന്നെ ഓർത്തിരുന്നിട്ടുള്ളത്. അവളുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവൾ എന്നെ മറക്കുമ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്നും പോകും. അങ്ങനെ അത് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇമൽഡ മുത്തശ്ശിയും അവരുടെ പെറ്റും അവിടെ മിഗുവേലിനെ രക്ഷിക്കാനെത്തുന്നത്. തന്നെ ചതിച്ചുപോയ തൻ്റെ ഹെക്ടറിനെ ഇമൽഡ കാണുന്നു. ദേഷ്യം വന്ന് അവരുടെ മുഖം മാറിയെങ്കിലും ഹെക്ടറിനെയും മിഗുവേലിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മിഗുവേലിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് മിഗുവേൽ മുത്തശ്ശിയോട് പറയുകയാണ്, മുത്തശ്ശൻ ഒരിക്കലും പറ്റിച്ചു പോയതല്ലെന്നും ഹെക്ടർ മുത്തച്ഛന് സംഭവിച്ചത് എന്താണെല്ലാമാണെന്ന് മിഗുവേൽ അവരോട് പറയുകയാണ്. അതെല്ലാം കേട്ട് ഞെട്ടി നിന്ന ഇമൽഡ, ഞാൻ എന്തായാലും സഹായിക്കാം എന്ന് പറയുന്നു. കാരണം ഹെക്ടർ ഇനി അധികം സമയമില്ലെന്നും ആകെ കൂടി ഉണ്ടായിരുന്ന ഹെക്ടറിന്റെ ചിത്രം ഏണസ്റ്റോയുടെ കയ്യിൽ നിന്നും അവിടുന്ന് എടുക്കാൻ ഇമൽഡ മുത്തശ്ശി സഹായിക്കുന്നു. അവരെല്ലാവരും കൂടി ഏണസ്റ്റോയുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നടന്ന കുറച്ച് സംഘർഷങ്ങൾക്കൊടുവിൽ ഇമൽഡ മുത്തശ്ശി ഹെക്ടറിന്റെ ചിത്രം കൈക്കലാക്കി. പെട്ടെന്നായിരുന്നു മുത്തശ്ശി മാത്രമായി സ്റ്റേജിലേക്ക് കയറുന്ന ഒരു ലിഫ്റ്റിൽ പെട്ടുപോകുന്നത്. മുത്തശ്ശി സ്റ്റേജിൽ എത്തുന്നു. അവരെല്ലാം പിടിക്കാനായി ഓടിയെത്തുന്നു. അവരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി മിഗുവേൽ മുത്തശ്ശിയോട് പാട്ടുപാടാൻ പറയുന്നു. ഇമൽഡ മുത്തശ്ശി പാട്ടുപാടുവാൻ തുടങ്ങി. അതിനോടൊപ്പം ഹെക്ടർ മുത്തശ്ശനും ഗിറ്റാർ വായിക്കുവാനും തുടങ്ങി. അതിനിടയിൽ നല്ല രീതിയിൽ അഭിനയിച്ച് ഏണസ്റ്റോ അവളുടെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങുവാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊന്നും നടക്കില്ല. ഇമൽഡ മുത്തശ്ശി എങ്ങനെയൊക്കെയോ ആ ചിത്രം മിഗുവേലിന്റെ കയ്യിൽ കൊടുക്കുന്നു. അവനെ തിരിച്ച് ഭൂമിയിലേക്ക് മടക്കി അയക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും മിഗുവേലിനെ താഴെ തള്ളിയിട്ട് കൊല്ലാനായി ഏണസ്റ്റോ എത്തുന്നു. അവൻ താൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവിടെയുള്ള ഒരു ക്യാമറ കാണുന്നു. ആ ക്യാമറ നൈസായി ഏണസ്റ്റോ നിൽക്കുന്ന പ്ലേസിലേക്ക് തിരിച്ചു വെക്കുന്നു. അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും നോക്കി നിൽക്കെ മിഗുവേലിനെ ഏണസ്റ്റോ താഴെയിടുകയാണ്. അപ്പോഴേക്കും ഇമൽഡയുടെ പെറ്റ് അവനെ രക്ഷിക്കുന്നു. അതിനിടയിൽ ഹെക്ടർ മുത്തശ്ശന്റെ ഫോട്ടോ താഴെ പോകുന്നു. ഇതെല്ലാം നടന്നിട്ടും ഒന്നും നടക്കാത്ത പോലെ തിരിച്ച് സ്റ്റേജിലേക്ക് ഏണസ്റ്റോ കയറുമ്പോൾ അവിടെയുള്ളവരെല്ലാ സത്യം മനസ്സിലാക്കിയതുകൊണ്ട് എല്ലാവരും അയാൾക്കെതിരെ തിരിയുന്നു. ശരിക്കും ഹെക്ടർ ആയിരുന്നു ഹീറോ എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ആ ദുഷ്ടനെ എല്ലാവരും ചേർന്ന് ആ ലോകത്ത് നിന്നും ഒഴിവാക്കുന്നു. മിഗുവേലിനെ തിരിച്ചയക്കാൻ നോക്കുന്നു. മുത്തശ്ശൻ മിഗുവേലിനോട് എന്നെ മറന്നാലും കുഴപ്പമില്ല, നീ തിരിച്ച് ഭൂമിയിലെത്തണമെന്ന് പറയുന്നു. ഒത്തിരി വിഷമത്തോടെയായിരിക്കും മിഗുവേൽ അവിടെ നിന്ന് പോകുന്നത്. പിന്നീടുള്ള സീനിൽ മിഗുവേൽ അവൻ മാഞ്ഞു പോയ സ്ഥലമായ ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ നിന്നും ആ ഗിറ്റാർ എടുത്ത് കോക്കോ മുത്തശ്ശിയുടെ അടുത്തെത്തുന്നു. ഹെക്ടറിനെ ഓർക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ കോക്കോ മുത്തശ്ശി ഒന്നും പറയാതെ വന്നപ്പോൾ മിഗുവേലിന് വളരെ സങ്കടം വരുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ അവിടെ എത്തുന്നു. മിഗുവേലിന്റെ മുത്തശ്ശി, നീ ചെയ്തതിനൊക്കെ കൊക്കോ മുത്തശ്ശിയോട് ക്ഷമ ചോദിക്കാൻ മിഗുവേൽ ആ ഗിറ്റാർ എടുത്ത് റിമെമ്പർ മീ എന്ന സോങ് പാടുവാൻ തുടങ്ങുന്നു. അതുവരെ അനങ്ങാതെ നിന്ന കൊക്കോ മുത്തശ്ശി ചെറുതായി റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങുന്നു. അതോടൊപ്പം പാടുവാനും തുടങ്ങുന്നു. കാരണം കൊച്ചായിരുന്നപ്പോൾ കുട്ടി കൊക്കോയ്ക്ക് അച്ഛൻ ഹെക്ടർ പാടിക്കൊടുത്തിരുന്ന പാട്ടായിരുന്നു അത്. അങ്ങനെ മുത്തശ്ശി തൻ്റെ അച്ഛനെ ഓർക്കുന്നു. അവരുടെ കുടുംബ ഫോട്ടോയിൽ നിന്നും തല വെട്ടിയ ആ ചിത്രം കോക്കോ മുത്തശ്ശി മിഗുവേലിന് കൊടുക്കുന്നു. അവനത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു. ഏണസ്റ്റോ ചെയ്ത കാര്യങ്ങളെല്ലാം ആ ഗ്രാമം ഫുള്ളും അറിയുന്നു. ഹെക്ടർ മുത്തശ്ശനെ അവരുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി മാറ്റുകയും ചെയ്യുന്നു. അടുത്ത മരിച്ചവരുടെ ദിവസത്തിൽ കൊക്കോ മുത്തശ്ശിയും മരിച്ചവരുടെ ലോകത്ത് പോയിട്ടുണ്ടാകും. മരിച്ചവരുടെ ലോകത്ത് ഹെക്ടർ തന്റെ ചിത്രമുണ്ടോ എന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഹെക്ടറിന്റെ ചിത്രവും ഉണ്ടാകും. അവിടെ വെച്ച് തന്റെ മകളുടെയും ഭാര്യയുടെയും ഒപ്പം ഒരുമിച്ച് അവർ ഭൂമിയിലേക്ക് പോവുകയാണ്. അവർ ഭൂമിയിൽ ഒരുമിച്ച് അവരുടെ സന്തോഷം ആഘോഷിക്കുകയാണ്. ഈ സിനിമ നല്ലൊരു മെസ്സേജ് കൂടിയാണ് തരുന്നത്. ഇത്രയും മനോഹരമായ മെസ്സേജോടു കൂടിയാണ് ചിത്രം അവസാനിക്കുന്നത്.